ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഓണം വരികയാണ് അല്ലേ? എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരെയാണ്. എന്താണ് ഓണം? ഈ ഓണത്തിനെങ്കിലും ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ, വേറൊന്നുമല്ല. എന്താണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന കഥ എന്താണ്? മഹാബലി എന്ന് പറയുന്ന ആ ധർമ്മിഷ്ഠനായിട്ടുള്ള ആ ഒരു മഹാരാജാവിനെ, ആ രാജാവിനെ ഭഗവാൻ വാമന മൂർത്തിയായിട്ട് വന്നിട്ട്, ഉപേന്ദ്രനായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ളതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ഓണം? ഓണം എന്ന് പറയുന്നത് ഒരു ഭക്തിയുടെ സെലിബ്രേഷനാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, തെറ്റായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന കണ്ണൊന്ന് തുറന്നാൽ മതി, അപ്പോൾ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഓണം കേരളത്തിൻ്റെ ഉത്സവം എന്ന് പറയണു? എന്നാലോചിച്ച് നോക്കൂ, മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ കേരളം ഭരിച്ചിട്ടുണ്ടോ മഹാബലി? എന്നാലോചിച്ച് നോക്കിയേ നിങ്ങളെ. അപ്പോൾ ആരാണ് മഹാബലി? മഹാബലി എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ പൗത്രനാണ്, മകൻ്റെ മകനാണ് അല്ലേ? അങ്ങനെയുള്ള ആ ഒരു മഹാബലി വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവാണ്. ജന്മം കൊണ്ട് അസുരനും കർമ്മം കൊണ്ട് ആരാണ്? അതീവ ഭക്തനാണ് അദ്ദേഹം അല്ലേ? അദ്ദേഹം 14 ലോകങ്ങളിൽ 10 ലോകങ്ങൾ വരെ അദ്ദേഹം കീഴടക്കിയിരുന്നു. ഭൂമി മൊത്തം എന്ന് പറയുമ്പോൾ, അതായത് 14 ലോകങ്ങളിൽ 14 ലോകങ്ങളിൽ 10 ലോകങ്ങൾ വരെ അദ്ദേഹം കീഴടക്കിയിരുന്നു. അപ്പോൾ കേരളം മാത്രമല്ല കേട്ടോ അദ്ദേഹം ഭരിച്ചിരുന്നേ, ഭൂമി മൊത്തമാണ്. ആ ഭൂമി മൊത്തം, അതുകൂടാതെ ബാക്കി 10 ലോകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ പാതാള ലോകങ്ങൾ 7, ഭൂലോകം, ഭുവർലോകം, സ്വർഗം വരെയുള്ള ലോകം ആരേറ്റെടുത്തു? മഹാബലിയെ ഏറ്റെടുത്തു അല്ലേ? പിന്നെ മേലെ ഋഷിമാരുടെയും ബ്രഹ്മദേവൻ്റെയും ലോകം തൊട്ടില്ല, അവിടേക്ക് പോയില്ല. ബാക്കി 10 ലോകങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? കീഴടക്കിയിരുന്നു അല്ലേ? അതീവ ശക്തനാണ്, അതീവ ഭക്തനുമാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ ഒരു രാജാവ്, അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തി എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് എങ്ങനെ എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ദേവമാതാവ് ആരാണ്? ദേവമാതാവ് അതിഥി അല്ലേ? അപ്പം ഈ 10 ലോകങ്ങളും കീഴടക്കിയപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഉയർച്ചയിൽ നിന്ന് താഴെ വീഴുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം കൂടും അല്ലേ? ആരാണ്? ഇന്ദ്രൻ അതീവ ഗർവിഷ്ഠനാണ്. ഞാൻ ദേവേന്ദ്രൻ, ദേവലോകത്തിൻ്റെ അധിപൻ അല്ലേ? അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ് ഭഗവാൻ. അതല്ലെങ്കിൽ ഉന്നത ലോകങ്ങളിൽ ഇരിക്കുന്ന ആളാണ്, ഈ ചിന്താഗതിയൊക്കെയുള്ള ആളാണ്. അപ്പോൾ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ. അപ്പം അങ്ങനെയുള്ള ദേവന്മാരിൽ ഏറ്റവും കേമനായിട്ടുള്ള ദേവേന്ദ്രനെ ഓടേണ്ടി വന്നു, പാലായനം ചെയ്യേണ്ടതായിട്ട് വന്നു അവർക്ക് സ്വർഗത്തിൽ നിന്ന്. ദേവന്മാരൊക്കെ ഓടി ജീവനും കൊണ്ട് മഹാബലിയുടെ ആ ഒരു പരാക്രമം കണ്ടിട്ട് അവരവിടുന്ന് ഓടി. അപ്പോൾ ഈ ഓട്ടം കണ്ടപ്പോൾ ഒരു അമ്മയ്ക്ക് സഹിച്ചില്ല. ആ അമ്മ എന്ത് ചെയ്തു? ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ തപസ് ചെയ്തു. ആ തപസ് വ്രതമാണ് കേട്ടോ. ആ വ്രതത്തിൻ്റെ പേരുണ്ട് പയോവ്രതം. വളരെ പാല് മാത്രം കുടിച്ചിട്ടാണ്. പയോവ്രതം എന്ന് വെച്ചാൽ പാല് മാത്രം കുടിക്കുക, അതികഠിനമായ വ്രതമാണ് കേട്ടോ. ഉദ്ദിഷ്ടകാര്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുക്കുന്ന ഒരു വ്രതമാണിത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തുകൂടാന്നാണ് പറയണേ വ്രതങ്ങളൊക്കെ. നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും വ്രതം അനുഷ്ഠിച്ചുകൂടാ. അതൊരു സമർപ്പണമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ദേവമാതാവ് ഭഗവാനെ സംപ്രീതനാക്കി. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഭക്തവത്സലനാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താണ് വേണ്ടതോ ചോദിച്ചു. എനിക്ക് അങ്ങേപ്പോലെ ഒരു മോനെ വേണം എന്ന് പറഞ്ഞു. അങ്ങേപ്പോലെ ഒരു മോനെ വേണം, എൻ്റെ മകനായ ഇന്ദ്രനെ അവൻ രക്ഷിക്കണം, അവന് സഹോദരനായിക്കൊണ്ട് അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുത്ത് അവനെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സോറി, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ വേറെ ആളില്ല, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അമ്മയുടെ മകനായിട്ട്, ഇന്ദ്രൻ്റെ അനിയൻ ഉപേന്ദ്രനായിട്ട് ഞാൻ വരാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ വരാമെന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അതിൽ പ്രകാരം അതിഥിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ കശ്യപ പുത്രനായിട്ട്, ഉപേന്ദ്രനായിട്ട്, അതിഥിയുടെയും കശ്യപൻ്റെയും കൂടെ പുത്രനായിട്ട്, ഉപേന്ദ്രനായിട്ട് ഭഗവാൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വരികയാണ്. ആ അവതാരത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ആ ജനിച്ച് വീണ സമയത്ത് തന്നെ ശരീരം വലുതായി എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ സമയങ്ങളെടുക്കും, നമ്മൾ എഴയണം, മുട്ടിലെഴയണം, ഓടണം, ചാടണം അല്ലേ? അങ്ങനെ പല ടൈം നമുക്ക് എടുക്കും. പക്ഷേ ഭഗവാനല്ലേ, ഭഗവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഭഗവാൻ നേരെ എവിടേക്ക് ചെന്നു, ഇനി അടുത്ത ഡ്യൂട്ടി ശരി, അങ്ങനെ ഒരു ശരീരം എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മകനെ വേണം എന്ന് പറഞ്ഞു, അത് ഭഗവാൻ സാധിച്ചു. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കണത്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചു കൊടുക്കണം വേണമല്ലോ. സ്വാഭാവികമായിട്ട് എങ്ങോട്ട് ചെന്നു, യാഗശാലയിലേക്ക് ചെന്നു. അപ്പോൾ മഹാബലി വളരെ യാഗം നടത്തുക. അപ്പോൾ മഹാബലിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം വളരെ വലിയ ഭക്തനാണ് ഭഗവാന്റെ. അപ്പം അങ്ങനെയുള്ള മഹാബലി അദ്ദേഹം എന്തിനാ യാഗം നടത്തിയത്? പലരും വിചാരിക്കും സ്വന്തം യശസ് വർദ്ധിപ്പിക്കാനാണെന്ന്. ഒരിക്കലുമല്ല കേട്ടോ. അദ്ദേഹം യാഗം നടത്തിയത് സ്വന്തം പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചത് ശരിയാ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് സത്യമാണ് കേട്ടോ. അത് മാത്രമേ സത്യമുള്ളൂ നമ്മൾ കേട്ടതിൽ. കാരണം അദ്ദേഹത്തിന് ഒരാളോടും ഒരു പാർഷ്വാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം അതീവ മനോഹരമായിരുന്നു. രാമരാജ്യം എന്നൊക്കെ പറയണ പോലെ അതീവ എന്താ പറയുക, ധർമ്മത്തിൻ്റെ അതുപോലെയായിരുന്നു മഹാബലിയുടെ ആ ഒരു വാഴ്ച. അദ്ദേഹം അപ്പോൾ യാഗം നടത്തുകയാണ്. യാഗത്തിൻ്റെ അധ്യക്ഷനാരാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യനാണ്. അപ്പോൾ ശുക്രാചാര്യൻ ബ്രാഹ്മണനാണെങ്കിലും നമുക്കറിയാം ദുർബുദ്ധിയാണ്, എന്താണ്, അസുരന്മാരുടെ ഗുരുവാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ യാഗം നടക്കുന്നു. അപ്പോൾ അവിടേക്ക് ആര് വരികയാണ്? ഭഗവാൻ ഉപേന്ദ്രനായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കിഴക്കൻ ചക്രവാളത്തു നിന്ന് ഒരു വലിയ പ്രകാശം ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ ധാരാ വരുന്ന ഒരു കുഞ്ഞു കുട്ടി, അതീവ തേജസ്വിയായിട്ടുള്ള ഒരു പയ്യൻ നടന്നു വരികയാണ്. അതീവ തേജസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണ പുത്രൻ നടന്നു വരുന്നു. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും മയങ്ങിപ്പോയി. ഭഗവാന്റെ ഒരു പ്രത്യേകതയാണല്ലോ മയങ്ങുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ രൂപത്തിൽ അങ്ങ് മയങ്ങി. അപ്പോൾ ഇതാരാണ് ഈ കുട്ടി? അപ്പോൾ മഹാബലിക്ക് ഭയങ്കര സന്തോഷമായി. മഹാബലി പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് വന്നത് സന്തോഷം. യാഗം നടക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടൊക്കെ പറയും ഞാൻ അങ്ങ് ഇവിടെ വന്നൂലോ, അപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ അങ്ങേക്ക് എന്താ തരേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാനൊരു ബ്രാഹ്മണനല്ലേ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നിൻ്റെ ആഗ്രഹമില്ല, എനിക്കൊന്നും വേണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നിൻ്റെ കയ്യിലില്ല, നിൻ്റെ കയ്യിലുള്ള എന്തായാലും അതുകൊണ്ട് എനിക്ക് പ്രയോജനവും ഇല്ല, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ മഹാബലി പറയും, അയ്യോ അങ്ങനെ പറയില്ലേ, അങ്ങേപ്പോലെ ഒരു ഉത്തമനായ ബ്രാഹ്മണൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നും തരാതെ അങ്ങേ വിടാൻ പാടില്ല. അപ്പോൾ ഈ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ ശുക്രാചാര്യൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ആരായിരിക്കും, ഇത് ആൾക്ക് പിടികിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഓക്കെ ശരി, നിർബന്ധിക്കുകയാണെങ്കിൽ ശരി, എന്നാൽ എനിക്ക് 3 അടി തപസ് ചെയ്യാനായിട്ട് 3 അടി മണ്ണ് വേണം എന്ന് പറയും. ഓ അത്രയേ ഉള്ളൂ, ശരി ഞാൻ തരാമല്ലോ, കാരണം എൻ്റെ കയ്യിൽ 10 ലോകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മഹാബലിക്ക് അഹം എന്നൊരു ഭാവം ഉണ്ടായി. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് ഭക്തൻ അഹം വരുന്നതും ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ എന്താണ്, 10 ലോകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന് 3 അടി മണ്ണ് കൊടുക്കാനാണോ ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്നത് പറഞ്ഞു കഴിയുമ്പോഴാണ് ശുക്രാചാര്യർ, അയ്യോ കൊടുക്കല്ലേ, ഇത് വിഷ്ണുവാണ്, ചതിക്കും, അല്ലെങ്കിൽ ഉള്ളത് മുഴുവൻ കൊണ്ടുപോകും എന്ന് പറയും. അപ്പോൾ മഹാബലിക്ക് സന്തോഷമാവും, കാരണം ഭഗവാന്റെ വലിയ ഭക്തനാണല്ലോ. ആണോ, ഭഗവാനാണോ, എന്നാൽ ഞാൻ എല്ലാം കൊടുക്കും എന്ന് പറയും. അങ്ങനെ 3 അടി മണ്ണ് അളന്നെടുക്കും. നമുക്കറിയാം അല്ലേ, 3 ലോകങ്ങളും ഭഗവാൻ അളക്കും. അതിനുശേഷം 2 അടി കൊണ്ട് ഭഗവാൻ 3 ലോകങ്ങളും അളക്കും. പിന്നീട് ഞാൻ എവിടെ എൻ്റെ ശിരസ് വെക്കുക, പാദങ്ങൾ വെക്കുക എന്ന് ചോദിക്കുമ്പോൾ ചെറുതാവും, തീരെ ചെറുതായിട്ടാണ് ചോദിക്കുക, ഞാൻ എൻ്റെ പാദങ്ങൾ എവിടെയാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ പറയും, അങ്ങ് എൻ്റെ കയ്യിൽ ഇനി ആകെയുള്ളത് എൻ്റെ അഹം എന്ന് പറയുന്ന ഭാവം മാത്രമാണ്, അതുകൊണ്ട് പ്രഭു അങ്ങ് അതും കൂടെ സ്വീകരിക്കൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, മഹാബലി ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് പാദങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചവിട്ടിത്താഴ്ത്തുക എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഭഗവാൻ ആരെയും ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തൻ പൂർണ്ണ സമർപ്പണം, ശരണാഗതി, ഈ 2 അവസ്ഥയിലാണ് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടം വരെ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇവിടെ ആരെയാണ് സന്തോഷിപ്പിച്ചത്, ആ അതിഥി മാതാവിൻ്റെ ആഗ്രഹം. മകനായി ജനിക്കണം എന്ന് പറഞ്ഞു, മകനായി വന്നു. തൻ്റെ പുത്രനെ നഷ്ടപ്പെട്ടതെല്ലാം നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞു, നേടിക്കൊടുത്തു. ഇനി എന്താ പറയുന്നത്, മഹാബലിയെ നാട് കടത്തണം, അതും നടന്നു. കാരണം എന്താണ്, അദ്ദേഹത്തിന് അപ്പോൾ ഭഗവാൻ പറയാണ്, ഭക്ത ബലിയോടായിട്ട് പറയാണ്, ഭക്ത ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പം എല്ലാവർക്കും തോന്നും ഞാൻ ആര്യ അനുഗ്രഹിച്ചേ ദേവേന്ദ്രനെയാണെന്ന്. കാരണം എന്താ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ ലാഭം ആർക്കാണ്, മഹാബലിക്കാണ്. ഭഗവാൻ പറയാണ്, എന്താ ഭഗവാൻ പറഞ്ഞത്, പാതാള ലോകത്തിൽ ഈ സ്വർഗം ഒന്നുമല്ല,
സ്വർഗത്തിനും അതീതമായിട്ടുള്ള ഒരു ലോകം എനിക്കുണ്ട്. അതാണ് സുതലം. ആ സുതലം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു എന്നാ പറയണേ. അപ്പോൾ ആ സുതലത്തിൽ ഞാൻ വലിയ ഒരു എന്താ പറയുക കൊട്ടാരമുണ്ട് ഭഗവാന്റെ. അത് ആർക്ക് തരികയാണ്? അവിടുത്തെ രാജാവായി നീ വാഴൂ, നിനക്ക് ഞാൻ ആ സ്ഥലം തരികയാണ്. മാത്രമല്ല നീ എത്ര കാലം ഈ ഭൂമിയിലുണ്ടോ അത്രയും കാലം ഞാൻ ആ സുതലത്തിൽ കാവൽക്കാരനായിട്ട് ഞാനുണ്ടാവും, എൻ്റെ ഭക്തൻ്റെ കാവൽക്കാരനായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ ഇവിടെ ആരെയാ ഭഗവാൻ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിച്ചത്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ ആരെയാ അനുഗ്രഹിച്ചത്? എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ മഹാബലിയോട് പറയാ, സുതലം ഞാൻ നിനക്ക് തരികയാണ്, ഞാൻ കാവലിരിക്കുകയാണ്. ഭഗവാൻ കാവലിരിക്കുക, പിന്നെ അതിൽ പരം എന്ത് ഭാഗ്യ വേണ്ടതല്ലേ? ഒരു ഭക്തനോടാണ് പറയണത്, എന്നാലോചിക്കുക. അതുമാത്രമല്ല, ഇന്ദ്രപദവി നീ ആഗ്രഹിച്ചു, അടുത്ത ഒരു ജന്മം നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത മന്വന്തരത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പ്രളയം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു സൃഷ്ടിയിൽ നീ ആരാവും? നീ ഇന്ദ്രപദവി നിനക്ക് ഞാൻ തരികയാണ് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരെയാ അനുഗ്രഹിച്ചത്? അല്ലേ? എന്നിട്ട് നമ്മൾ പറയണു ഓണം എന്ന് പറയുമ്പോൾ ആരെയാണ്? മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയണു. അതെങ്ങനെ കേരളവുമായി റിലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പലപ്പോഴും പാട്ടുകളായിട്ട് വന്നിട്ടുള്ള പല കഥകളിലൂടെയും പലതും ശോഷിച്ച് സത്യാവസ്ഥകൾ മാറി പലരും പാടുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. അല്ലേ? ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളുടേതായ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാം, അയാളുടേതായ ചിന്താഗതികൾ ഉണ്ടാവാം. അല്ലേ? അപ്പോൾ ഭഗവാനെക്കുറിച്ച് എപ്പോഴും പറയുക ഭക്തൻ മാത്രമാണ്. അല്ലാത്തൊരു വ്യക്തിക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ആരും ആവാം. എന്താണ് അല്ലേ? പലരും ഭഗവാനെ രക്തസാക്ഷി വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഭക്തൻ എന്ന രീതിയിൽ അതാണ് ഞാൻ പറയണേ, ആ ഭക്തന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. മഹാബലിയുടെ മുത്തശ്ശൻ പ്രഹ്ലാദൻ, അച്ഛൻ ആരാണ്? ഹിരണ്യകശിപു, ആ ഹിരണ്യാക്ഷൻ. അപ്പോൾ ഈ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വേണ്ടി ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. അത്ര അധികം ആ ഒരു ഭക്തൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഏറ്റവും ഉന്നതമായ തലത്തിലേക്കാണ് ആ ഒരു ഭക്തനെ ആക്കി തീർത്തത്. ആ ഒരു ദിവസത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ആലോചിച്ചോളൂ. ഓണം കൊള്ളുമ്പോൾ നമ്മൾ എന്തിനാണ് ഓണം കൊള്ളുന്നത്? നമ്മൾ ആരെയാണ് അവിടെ എന്താണ് തിരുമുറ്റത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നതെന്നറിയോ? ഭഗവാനെയാണ്. ആ ഉപേന്ദ്രനായിട്ടുള്ള ഭഗവാനെയാണ് നമ്മളവിടെ ആവാഹിച്ചിരുത്തുന്നതായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ സ്വീകരിക്കുന്നതായിട്ട് പറയുന്നത്. പണ്ടെൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൂക്കളിടണ വീട്ടിൽ മാത്രമേ മാവേലി വരുള്ളൂ അത്ര. എല്ലാ വീട്ടിലും വന്ന് നോക്കും, അതുകൊണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളിട്ടോ എന്നൊക്കെ അമ്മൂമ്മ പറയും. അപ്പോൾ നമുക്ക് അന്ന് അറിയില്ല, കുട്ടിക്കാലത്ത് നമ്മൾ എന്താ വിചാരിക്കുക, മാവേലി വരണമെങ്കിൽ പൂക്കളിടണം അല്ലേ? അപ്പോൾ അങ്ങനെ, അതായത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭക്തൻ്റെ അടുത്തേ മഹാബലി വരുള്ളൂ. അതായത് എവിടെയാണോ ഭഗവാൻ സ്ഥാനമുള്ളത് അവിടെ തന്നെ ആര് വരുള്ളൂ? ബലി ചക്രവർത്തി വരുള്ളൂ. അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. ഭക്തിയുടെയാണ് ഏറ്റവും വലിയ പ്രതീകം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഭക്തൻ്റെ സ്വാമിയെ സ്വീകരിക്കുന്ന ഗൃഹങ്ങൾ ഏതൊക്കെയാണെന്നറിയാൻ വേണ്ടി ആ മഹാബലി ചക്രവർത്തി വരുന്ന ദിവസമാണ് ഓണം. അതുകൊണ്ടാണ് നമ്മൾ ഓണം കൊള്ളുന്നത്. ഓണം കൊള്ളുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ? പൂക്കളിടുക മാത്രമല്ല, നമ്മളന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഓണം കൊള്ളുന്ന ഒരു ചടങ്ങുണ്ട് അല്ലേ? അപ്പോൾ ഓണം കൊള്ളുന്നത് നമ്മൾ ആരെയാണ് പ്രതിഷ്ഠിക്കുന്നത്? അവിടെ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാനെയാണ് അല്ലേ? ഉപേന്ദ്രനെയാണ്. അപ്പോൾ ആ ഭഗവാനെ കാണാനും ആ ഭഗവാനെ കുടിയിരുത്തിയിരിക്കുന്ന ആ വീടുകളിലേക്ക് അല്ലെങ്കിൽ ആ ഭവനങ്ങളിലേക്ക് ഒരു ഭക്തൻ ആയിട്ടുള്ള മഹാബലി ചക്രവർത്തി വരുന്ന ഒരു മഹത്തായിട്ടുള്ള ദിനമാണ് ഓണം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ആ ഓണത്തിനെ ആ തെറ്റായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മളുടെ യാദവൻ കുടുംബത്തിലുള്ള ആളുകളെങ്കിലും ആ ഭക്തിയുടെ ആ സത്യം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഭക്തിയുത സേവനം നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിലൂടെ ചെയ്യാൻ സാധിക്കട്ടെ. ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ജയ ശ്രീ രാധേ രാധേ.